ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് നൈറ്റ് ഹാസ് കം എന്ന സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ സ്കൂളിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങാണ് കേട്ടോ. അത് പകലത്താണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവൾ ആകാശത്തോട്ട് പൊങ്ങിയിട്ട് സ്കൂൾ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിൽ വരികയാണ്. എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇത് ജസ്റ്റ് അവളൊരു സ്വപ്നം കണ്ടത് മാത്രമാണ്. ഇതിനുശേഷമാണ് റിയൽ ആയിട്ട് അവൾ കണ്ണു തുറക്കുന്നത്. അപ്പൊ എല്ലാരും കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഹാളിലെല്ലാരും ബോധം കെട്ട് വീണിരുന്നത് അവരെല്ലാരും കണ്ണ് തുറക്കാണ് രാവിലെ ആയതുകൊണ്ട്. അങ്ങനെയാണ് ഈ ഗെയിമിന്റെ റൂള് കേട്ടോ. അപ്പൊ അവരെല്ലാരും എണീറ്റ് നിൽക്കുന്ന സമയത്ത് അവരുടെ ഫോണിലോട്ട് മെസ്സേജ് വരാണ്. അതായത് ഏതോ ഒരു പയ്യൻ അവന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഗെയിമിലുള്ള റൂള് അങ്ങനെ പറയുന്നത്. അപ്പം ബാക്കിയുള്ള കുട്ടികൾ നോക്കുന്ന സമയത്ത് ആ പയ്യനെ കാണാനില്ല. അവരുടെ കൂട്ടത്തിൽ ആ പയ്യനെ കാണാനില്ല. അതുകൊണ്ട് തന്നെ എല്ലാരും കൂടെ വാഷ്റൂമിലോട്ട് പോവാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് കാണുന്നില്ല കേട്ടോ. ഇതേ നേരം വേറെ ടീംസ്, അതായത് സ്പോർട്സ്മാൻ ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ആണെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ പോവാണ്. ഈ ബ്രോഡ്കാസ്റ്റിംഗ് റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ എന്തെങ്കിലും അനൗൺസ്മെന്റ് വിളിച്ച് പറയത്തില്ലേ, അപ്പൊ അത് പറയാനായിട്ട് ഒരു റൂം ഉണ്ട്. ആ റൂമിൽ വെച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആള്, അതായത് ഈ അനൗൺസ്മെന്റ് ചെയ്യുന്ന ആള് ഈ സ്കൂളിൽ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ആണ് മറ്റേ ടീം അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇതേ നേരം നമ്മളെ ടീംസിനെ കാണിക്കുകയാണ്, ഹീറോയിനെയൊക്കെ. അവർ നോക്കുന്ന സമയത്ത് തൊട്ട് സൈഡിൽ രക്തക്കറയുണ്ട് കേട്ടോ. അപ്പൊ അവിടുത്തെ ഡോറ് തുറക്കുന്ന സമയത്താണ് അവർ കാണുന്നത്. അതായത് ആ പേര് പറഞ്ഞ പയ്യനില്ലേ, ആ പയ്യനാണെങ്കിൽ അവിടെ മരിച്ചിട്ട് രക്തത്തിൽ കിടക്കുകയാണ്. എന്തായാലും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വന്നിട്ടുണ്ടല്ലോ, ആ രക്തമൊക്കെ പിടിച്ച് തൊട്ട് നോക്കുകയാണ്. അതായത് ആ രക്തക്കറ ഉണങ്ങിയിട്ടുണ്ടോന്ന്. എന്നാൽ ആ രക്തക്കറ ഉണങ്ങിയിട്ടില്ല കേട്ടോ. അതാണെങ്കിൽ ഇപ്പോഴും ഉണങ്ങാതെ കിടക്കുകയാണ്. അത് കയ്യിൽ പറ്റുന്നുണ്ട്. അത് ഹീറോയിൻ പറയുന്നുണ്ട്, ഇതിപ്പം സംഭവിച്ച കൊലയാണ്, ആരാ ഇത് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന്. പക്ഷെ നമുക്കാർക്കും അറിയത്തില്ല ഇത് എവര് ചെയ്തതാണോ അതോ ഗെയിമിന്റെ ഭാഗമായിട്ട് സംഭവിച്ചാണോ എന്നൊന്നും നമുക്കാർക്കും അറിയില്ല. എന്തായാലും ഇത് കണ്ട നേരത്ത് നമ്മുടെ റൗഡി പാൻ ഉണ്ടല്ലോ, മുടി നീട്ടി വളർത്തിയ, അവനാണെങ്കിൽ നന്നായിട്ട് പേടിച്ചിട്ട് പ്രസിഡന്റിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മളൊക്കെ മരിച്ചു പോകുന്നു. അതായത് ഈ റൗഡി പാൻ ജസ്റ്റ് പേടിച്ചു പോയി. ഇത്രയും ആൾക്കാരെ റാഗ് ചെയ്ത് അവനാണെങ്കിൽ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അവൻ പേടിച്ചു പോയി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള റൗഡികളുടെ ധൈര്യം എത്രയാന്ന്. അത്രയ്ക്കേ ഉള്ളു ഗൈസ്. തിരിച്ച് പ്രതികരിച്ചാൽ ഇവന്മാരെല്ലാം അടങ്ങിക്കുള്ളൂ. എന്തായാലും ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ വന്ന ആൾക്കാരെ കാണിക്കുകയാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ വേറെ ആരും ഇല്ല. എങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നതെന്നും ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല. ഇതേ നേരം തന്നെ അവിടെ വന്നിരുന്നവരുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരികയാണ്. അതായത് സ്കൂൾ ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന മെസ്സേജാണ്, അതായത് സ്റ്റുഡൻസ് ഇട്ടേക്കുന്ന മെസ്സേജാണ്. അതായത് ആ പേര് പറഞ്ഞ പയ്യൻ മരിച്ചു പോയിട്ടുണ്ട്, എല്ലാവരും താഴോട്ട് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ സ്കൂളിന്റെ പുറത്തോട്ട് വരികയാണ്, ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ട്, ആ സ്കൂളിലുള്ള കുട്ടികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വര വരച്ചിട്ടുണ്ട് സ്കൂളിന് ചുറ്റും. അതിന്റെ അടുത്തെത്തുന്ന സമയത്ത് ഗെയിമിൽ അനൗൺസ്മെന്റ് കേൾക്കുകയാണ്, നിങ്ങളെല്ലാം റൂള് തെറ്റിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. അത് തെറ്റിച്ചാൽ എന്ത് നടക്കുമെന്നും അറിയത്തുമില്ല. പക്ഷേ കുട്ടികൾക്ക് ഇത് വിശ്വസിക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. അതിലൊരുത്തനാണെങ്കിൽ പെട്ടെന്ന് ആ ലൈൻ ക്രോസ് ചെയ്യുകയാണ്. ഇത് കണ്ട വേറൊരു കൂട്ടുകാരൻ, അതായത് ഈ പയ്യന്റെ കൂട്ടുകാരൻ തന്നെ, അവന് ലൈൻ ക്രോസ് ചെയ്യാന്, അവനെ പിടിച്ചു കയറ്റാനായിട്ട്. എന്നാൽ രണ്ടുപേരും ലൈൻ ക്രോസ് ചെയ്ത ശേഷം ഇവന്മാർക്കാണെങ്കിൽ തലയൊക്കെ പൊട്ടാൻ പോകുന്ന കണക്ക് വേദന എടുക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഇവന്മാരുടെ കൺട്രോള് ഇവന്മാരുടെ കയ്യിൽ നിന്ന് പോവാണ്. ഇവന്മാർ ചിന്തിക്കുന്നത് അവന്മാരുടെ മൈൻഡും ഉണ്ടല്ലോ. എന്നിട്ടാണ് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതായത് രണ്ടുപേരുടെ തലയുണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി ചിടിക്കുകയാണ്. അങ്ങനെ പലതവണ ഇടിച്ചിടിച്ച് രണ്ടുപേരും ചാവുകയാണ്. അതായത് ഇവന്മാരിപ്പോൾ അവന്മാരുടെ ബോധത്തിലല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യം കാണുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കാണുവാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാനൊക്കെ ആണെങ്കിൽ പേടിച്ചു ഇത്രയും ബ്ലഡൊക്കെ കണ്ടാൽ. പിന്നെ ഗൈസ്, ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യമൊന്നും യൂട്യൂബിൽ കാണിക്കാൻ പറ്റത്തില്ല. അവർക്കൊരു ഗൈഡ് ലൈൻ ഉണ്ട്. അങ്ങനെ ഞാൻ അത് കാണിക്കുവാണെങ്കിൽ ഈ വീഡിയോ ഡിലീറ്റ് ആക്കി കളയാൻ ചെയ്യും, എനിക്കൊരു സ്ട്രൈക്കും കിട്ടും. എനിക്ക് വീക്ക് ഹീറോയുടെ ബാക്കി എപ്പിസോഡില്ലേ, 2 തൊട്ട് 8 വരെയുള്ള എപ്പിസോഡ് ഞാൻ ഒറ്റ വീഡിയോയിലാണ് ചെയ്തത്. അത് ഏതാണ്ട് 1.5 മണിക്കൂർ അടുപ്പിച്ചുണ്ടായിരുന്നു. അതാണെങ്കിൽ ഇട്ടുടനെ തന്നെ കോപ്പിറൈറ്റ് അടിച്ചു പോയി. ഞാനാണെങ്കിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ കിടന്ന ഫൂട്ടേജ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ അത് എനിക്ക് തിരിച്ചെടുക്കാൻ ഒരു സാധ്യതയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീക്ക് ഹീറോ ഇടാഞ്ഞത്. ഇട്ടതായിരുന്നു, പക്ഷേ കോപ്പിറൈറ്റ് അടിച്ചു പോയത്. പിന്നെ ഇനി എനിക്ക് ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യാൻ വയ്യ, ഞാൻ മടുത്തുപോയി. ഇതിനുശേഷം എല്ലാവരും സ്കൂളിലെ ആ ബിൽഡിങ്ങിൽ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും പേടിച്ച് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതേ നേരം ആ റൗഡി പയ്യൻ ഉണ്ടല്ലോ, മുടി നീട്ടി വളർത്തിയ റൗഡി പയ്യൻ, അവനാണെങ്കിൽ അവിടെ നിന്ന് ഒരു ചാവി എടുക്കുന്നുണ്ട്. ആ ചാവി എന്താന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിലുള്ള എല്ലാ റൂമിന്റെ ചാവിയാണത്. ആ ചാവി ഉപയോഗിച്ചിട്ട് എല്ലാം തുറക്കാൻ പറ്റും, എല്ലാ റൂമും. ആരും കാണാതെയാണ് കേട്ടോ എടുക്കുന്നത്. ഇതേ നേരം തന്നെ ഹീറോയിന് എന്തോ ഐഡിയ തോന്നുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റെപ്പ് കയറി ഓടുകയാണ്. അപ്പം കൂട്ടുകാരി പെൺകുട്ടിയും പ്രസിഡന്റും കൂടെ ഓടുകയാണ് കേട്ടോ. അപ്പം ഹീറോയിൻ നേരെ ചെല്ലുന്നതാണെങ്കിൽ സ്കൂളിന്റെ ഏറ്റവും ടോപ്പിലാണ്. അപ്പൊ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഹീറോയിൻ വിചാരിച്ചിരുന്നത് അവിടെ റേഞ്ച് കിട്ടുമെന്നാണ്. എന്നാൽ അവിടെ റേഞ്ച് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. എന്തോ ട്രാക്കർ വല്ലതും ഉപയോഗിക്കുന്നുണ്ടോന്ന് അറിയാൻ പാടില്ല, ഒരു റേഞ്ചും കിട്ടുന്നില്ല. എന്തായാലും ആകെയുള്ള ആ പ്രതീക്ഷ കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ് കേട്ടോ. പിന്നെ അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ സ്കൂളിന്റെ ചുറ്റും ഇങ്ങനെ ലൈൻ വരച്ചിട്ടുണ്ട്, വെള്ള ലൈൻ. അത് ക്രോസ് ചെയ്താലേ ഉള്ളൂ പ്രശ്നം. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ കാട്ടിലോട്ട് പോയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. കാട്ടിലോട്ട് 2 ലൈൻ വരച്ചിട്ട്
അതുവഴി അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പം അവരതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് പ്രസിഡന്റും ഹീറോയിനും കൂടെ. എന്തായാലും ഇതിനുശേഷം അവരെല്ലാവരും താഴെ ഇറങ്ങി വരുവാണ്. ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് ഈ കാര്യം പറയാണ്. ഇതണക്ക് ലൈൻ കാട്ടിലോട്ട് പോയിട്ടുണ്ട്, ആ കാട്ടിൽ ഒരു ഗ്രാമമുണ്ട്, അതിനൊരു സാധ്യതയുണ്ട്, അപ്പൊ അവിടെ പോയിട്ട് ഹെൽപ്പ് ചോദിക്കാന്നാണ് ഹീറോ ഒക്കെ പറയുന്നത്. ഹീറോ മീൻസ് പ്രസിഡന്റ് പറയുന്നത്. അപ്പം എല്ലാ സ്റ്റുഡൻസും പോകേണ്ട കാര്യമില്ലല്ലോ, കുറച്ച് സ്റ്റുഡൻസ് പോയാൽ പോരെ. അതുകൊണ്ട് തന്നെ അവർ 2 ഗ്രൂപ്പ് ആവുകയാണ്. അതായത് പ്രസിഡന്റ് ഒക്കെ ഒരു ഗ്രൂപ്പ്, ഹീറോയിനൊക്കെ ഒരു ഗ്രൂപ്പ്. പ്രസിഡന്റിന്റെ കൂടെ വൈസ് പ്രസിഡന്റ് ഉണ്ട് കേട്ടോ, അവർക്ക് അവനെ ഒരുപാട് ക്രഷ് അല്ലേ. പിന്നെ സ്പോർട്സ്മാനിലുള്ള ഒരുത്തനുണ്ട്, പിന്നെ നമ്മുടെ ഷോർട്ട് ഹെയർ ഉണ്ട് കേട്ടോ. അവരൊക്കെയാണ് കാട്ടിലോട്ട് പോകാൻ പോകുന്നത്. എല്ലാവരുടെ ക്യാരക്ടറിന്റെ പേര് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചു, ഞാൻ ആദ്യമേ പറയുകയാണ് കേട്ടോ. ഇതിനുശേഷം ഈ പ്രസിഡന്റിന്റെ ഗ്രൂപ്പിനെയൊക്കെ ഹീറോയിനൊക്കെയാണ് കൊണ്ടുവന്ന് കാട്ടിലോട്ട് കയറ്റി വിടുന്നത്, അവരുടെ അടുത്ത് ബായി പറയുന്നത്. അപ്പൊ അവര് പോയതിനു ശേഷം ഹീറോയിൻ തിരിച്ചു നടക്കുന്ന സമയത്ത് ഹീറോയിനെ ആരോ പേരെടുത്ത് വിളിക്കുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? ഹീറോയിനെ. അതായത് ഒരു താഴ്ന്ന സ്വരത്തിൽ ആരോ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പം അവൾ പെട്ടെന്ന് പേടിച്ചുപോയി. ഞാൻ ഇപ്പൊ ഹീറോയിനെ എന്ന് പറഞ്ഞത് അവളുടെ പേരാണ് കേട്ടോ വിളിച്ചത്. നമുക്ക് ഹീറോയിൻ എന്ന് പറഞ്ഞാൽ മതി, പേരറിയേണ്ട ആവശ്യമില്ല. അതൊരു ഭയങ്കര ഇച്ചിരി പാടാ പ്രൊനൗൺസ് ചെയ്യാൻ ആ വാക്കുകളൊക്കെ, അവരുടെ പേരുകളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹീറോയിനൊക്കെ പേര് കൊടുത്തത്. നമ്മൾ സ്വന്തമായിട്ട് പേര് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പം, എനിക്ക് പറയാനും എളുപ്പം. എന്തായാലും ഹീറോയിൻ കൂട്ടുകാരി എടുത്ത് ചോദിക്കുകയാണ്, നീയാണോ എന്നെ പേര് വിളിച്ചതെന്ന്. അപ്പൊ കൂട്ടുകാരി പറയാണ്, ഞാനല്ല, എനിക്കറിയത്തില്ല, ഞാൻ ഇതൊന്നും കേട്ടില്ലല്ലോ, നീ ഇതിനെ കള്ളം പറയുന്നതെന്ന്. അപ്പം ബാക്കിയുള്ള ആൾക്കാർ, അതായത് പ്രസിഡന്റിന്റെ ഗ്രൂപ്പ് എല്ലാം കൂടെ കാട്ടിൽ കൂടെ നടന്നു പോവാണ് കേട്ടോ. അതിൽ ആ ഫോട്ടോഗ്രാഫർ പയ്യനുണ്ട്, അവൻ പോകുന്നതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. ആ പോകുന്ന വഴിയും ലൈനും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു നാരോ പാത്താണ്, ഒരു ചെറിയ പാത്താണ്, അതുവഴി ഇങ്ങനെ നടന്നു പോകണം. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ആ ലൈനിന്റെ പുറത്താവും അവര് വീണ്ടും അവർക്ക് തലവേദന വന്നിട്ട് അവരുടെ കൺട്രോൾ പോയിട്ട് അവർ ചിലപ്പോൾ മരിച്ചു പോകും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് അവർ നടന്നു പോകുന്നത്. ഇതിനുശേഷം ഹീറോയിനെയൊക്കെ കാണിക്കുകയാണ് കേട്ടോ. ഹീറോയിനും കൂട്ടുകാരി പെൺകുട്ടിയും അവരാണെങ്കിൽ നടന്ന്, ഇന്നലെ ചാടി ഒരുത്തനില്ലായിരുന്നു സൈക്കോ പയ്യൻ, ഈ ഡെഡ് ബോഡി കുറെ നേരം അവിടെ ഇടുവാണെങ്കിൽ അവൻ എന്തായാലും അള്ളിയും, ഭയങ്കര നാറ്റമായിരിക്കും. അപ്പം അതിനെന്തെങ്കിലും ഒരു പരിഹാരം വെക്കണ്ടേ. അത് മാത്രമല്ല നമ്മളൊക്കെ ഹ്യൂമൻസ് ആണ്, അപ്പോൾ ഒരു ഇമോഷൻസ് കാണും. ഒരു മൃതദേഹം അങ്ങനെ വെളിയിൽ അങ്ങനെ ഇടുന്ന നമുക്ക് ആ മൈൻഡിൽ ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം അതെന്തേലും ചെയ്യണ്ടേ. എന്തായാലും ഇതിനുശേഷം റൗഡി പയ്യന്മാരെ കാണിക്കുകയാണ് കേട്ടോ. ഇവന്മാരെ ചാവി എടുത്തില്ലേ, ആ ബിൽഡിംഗിൽ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, അത് തുറക്കുകയാണ്. നോക്കുന്ന സമയത്ത് അതിനകത്ത് ഫുള്ള് ഫുഡ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇനി കുറച്ച് നാളത്തേക്ക് അവർക്ക് പേടിക്കണ്ട, അതിനകത്ത് ഫുഡ് ഉണ്ട്, അവർക്ക് അത് കഴിക്കാം. ഇതിനുശേഷം വീണ്ടും ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ അവിടെ ഒരു പോസ്റ്റർ ഉണ്ട്, അതായത് ആ ബിൽഡിംഗിൽ തന്നെ പോസ്റ്റർ ഉണ്ട്, ഏതൊക്കെ റൂം എവിടേക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് നോക്കുന്ന സമയത്ത് ഈ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതായത് ഒരു ഫ്രീസർ റൂമാണ് കേട്ടോ. ഫ്രിഡ്ജ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്, തണുപ്പ് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഹീറോയിൻ കൂട്ടുകാരി എടുത്ത് പറയാണ്, സൈക്കോ പയ്യനെ അങ്ങനെ അവിടെ പുറത്തിടാതെ നമുക്ക് ആ ബോഡി കൊണ്ടുവന്ന് ഈ ഫ്രീസർ റൂമിൽ കൊണ്ടുവയ്ക്കാന്ന്. അതായത് ടോയ്ലറ്റിൽ ഒരുത്തം മരിച്ചില്ലായിരുന്നു, അവന്റെ ബോഡിയും കൊണ്ടുവയ്ക്കാന്ന്. എന്തായാലും അവരാണെങ്കിൽ ആ വാഷ്റൂമിൽ വരികയാണ് കേട്ടോ. കൂടെ 2 പയ്യന്മാരെ വിളിച്ചിട്ടുണ്ട്. അവന്മാരാകുമ്പോൾ ഈ ആമ്പിള്ളാരാകുമ്പോൾ ഈ ബോഡി എടുത്തോണ്ട് പോകാൻ പറ്റുമല്ലോ, പെമ്പിള്ളാർക്ക് അത് പറ്റില്ല, ഇത്തിരി വെയിറ്റ് ഉള്ള ബോഡി ആയിരിക്കും. അത് മാത്രമല്ല മരിച്ചതിന് ശേഷം ഈ ബോഡിക്ക് ഇങ്ങനെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ കുറെ റിയാക്ഷനൊക്കെ കാരണം അതിനി പറഞ്ഞുതരാൻ വയ്യ, അത് സയന്റിഫിക് അത് നിങ്ങൾക്ക് അത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിലുണ്ടത്. എന്തായാലും അവളാണെങ്കിൽ വാഷ്റൂമിൽ വരുവാണ്. 3 പേരുണ്ട് കേട്ടോ, ഹീറോയിൻ, കൂട്ടുകാരി പെൺകുട്ടി, പിന്നെ വേറൊരു പയ്യൻ. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പോലീസ് വന്നാൽ അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ ഹീറോയിൻ ആവും കുറ്റക്കാരി. എന്തിനീ ബോഡി എടുത്ത് നീയാ കൊന്നേന്നൊക്കെ പറഞ്ഞ് അവളെ പിടിച്ചകത്തിടും. അതുകൊണ്ട് എവിഡൻസ് വേണ്ടേ, അതുകൊണ്ടാണ് അവൾ ഫോട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഈ ബോഡിയിൽ നോക്കുവാണെങ്കിൽ അവന്റെ തലഭാഗത്ത് മാത്രമേ മുറിവേറ്റിട്ടുള്ളൂ, അതായത് നെറ്റി ഭാഗത്ത്. അവന്റെ കൈക്കൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ഒരാൾ നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ പരിക്കേക്കും, നമ്മൾ കൈ കൊണ്ട് ഡിഫെൻസ് ചെയ്യാൻ നോക്കത്തില്ലേ, അപ്പൊ കൈക്കൊക്കെ പരിക്കേക്കും. അതൊന്നും അവിടെ നടന്നിട്ടില്ല. ഇതേ നേരം നമ്മൾ ഒരു ചെറുതായിട്ടൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഈ പയ്യനാണെങ്കിൽ സ്വന്തം തല അവിടുത്തെ ഈ ഫയർ അണയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഫയർ എക്സ്റ്റിംഗ്വിഷർ, അതിനകത്തിട്ട് ഇങ്ങനെ തല ഇടിക്കുകയാണ്. അത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തോ സംഭവം എന്ന് അറിയത്തില്ല, ഇത് ജസ്റ്റ് അവളൊന്ന് പറഞ്ഞത് മാത്രമാണ്. ഇതിനുശേഷം പ്രസിഡന്റിന്റെയും ഗ്രൂപ്പിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ആ കാട്ടിൽ കൂടെ നടന്നു പോവല്ലായിരുന്നു. അപ്പം ചെറിയൊരു പൊക്കപ്പുറം ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പതിയെ പതിയെ കയറി പോവാണ്. ആൺകുട്ടികൾ പെൺകുട്ടികളെ സഹായിക്കുകയാണ് കയറാനായിട്ട്. അവർക്ക് പൊക്കം കുറവായതുകൊണ്ട് അത്രയും പൊക്കമുള്ള സ്ഥലത്ത് കയറാൻ ഇച്ചിരി ഹാർഡായിരിക്കും, അതുകൊണ്ട് തന്നെ അവർ സഹായിക്കുകയാണ്. ഇതേ നേരം നമ്മുടെ സ്പോർട്സ്മാൻ ആണ് ഷോർട്ട് ഹെയറിനെ സഹായിക്കുന്നത് കേട്ടോ. അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് കൈ വഴുതിയിട്ട് ഈ പെൺകുട്ടിയാണെങ്കിൽ താഴെ ചെന്ന് വീഴാണ് കേട്ടോ. അങ്ങനെ കാലിന് ചെറുതായിട്ടൊന്ന് പൊട്ടലോ ഉളുക്കോ സംഭവിക്കുകയാണ്. ഉളുക്കാന്ന് തോന്നുന്നു, ഉളുക്കിനായിരിക്കും സാധ്യത കൂടുതൽ. പിന്നെ മുട്ട് മുറിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇനി നടക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും സഹായിക്കണം. അപ്പം വൈസ് പ്രസിഡന്റിന് ഇനി അങ്ങോട്ട് നിൽക്കാൻ വയ്യ കേട്ടോ. ഈ വൈസ് പ്രസിഡന്റിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെപ്രാളപ്പെടുകയാണ്. അത് കേട്ടിട്ട് ഷോർട്ട് ഹെയർ പറയാണ്, സാരമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, ഇനി തിരിച്ചു പോകേണ്ട കാര്യമില്ല, ഇനി ഒരുപാട് ദൂരം തിരിച്ചു പോകാണ്ട്, എന്തായാലും ഇവിടം വരെ വന്നില്ലേ, ഇനി നമുക്ക് മുമ്പോട്ട് തന്നെ പോവാന്ന് പറയാണ് ഷോർട്ട് ഹെയർ. ഇതിനുശേഷം ഹീറോയിനെയും കൂട്ടുകാരി പെൺകുട്ടീനെയും പിന്നെ 2 പയ്യന്മാരെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ ആ ബോഡി കൊണ്ടുവന്ന് ഫ്രീസർ റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അവർ വെച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ഈ പയ്യന്റെ അടുത്ത് ഇവര്, അതായത് ഹീറോയിനും കൂട്ടുകാരിയും പറയുന്നുണ്ട്, നമ്മുടെ ഫോണിന്റെ ചാർജ് ഇതുവരെ കുറഞ്ഞിട്ടില്ല, ഇന്നലെ 50% ഉണ്ടായിരുന്നു, ഇന്നും 50%, അത് ഇതുവരെ കുറയുന്നില്ല. അപ്പം ആ പയ്യൻ നോക്കുന്ന സമയത്ത് സത്യമാണ് കേട്ടോ, പയ്യന്റെ ഫോണിലെ ചാർജും കുറയുന്നില്ല. എന്താ സംഭവം എന്ന് അവർക്ക് അറിയത്തില്ല. അതെന്താ ഫോണിന്റെ ചാർജ് കുറയാതെ
പറയാത്ത? നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ കമന്റിൽ പറയല്ലോ കേട്ടോ. അത് ബാക്കിയുള്ളവരുടെ ടെസ്റ്റ് ബ്രേക്ക് ചെയ്ത് കളയും. അതുകൊണ്ട് അതങ്ങനെ നശിപ്പിച്ച് കളയല്ലേ. എന്തായാലും ഇതിനുശേഷം ഹീറോയിനും കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ ആ റൂമിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് ആ വരാന്തയിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഹീറോയിനെ ആരോ പേരെടുത്ത് വിളിക്കുന്ന കണക്ക് തോന്നുകയാണ്. അതായത് താഴ്ന്ന സ്വരത്തിൽ വിളിക്കുന്ന കണക്ക്. അപ്പൊ കൂട്ടുകാരി എടുത്ത് പറയാണ്, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം, നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന്. അങ്ങനെ അവളാണെങ്കിൽ നടന്ന് ബേസ്മെന്റിൽ ഏറ്റവും താഴെ വരികയാണ് കേട്ടോ ആ ബിൽഡിങ്ങിന്റെ. അപ്പം അവിടെ മൊത്തം ഇങ്ങനെ പുകമയമാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാത്ത രീതിയിൽ ഈ പർപ്പിൾ ലൈറ്റ് ഒക്കെ ഇട്ട് വെറും പുകമയാണ്. എന്നാൽ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഇത്രയും നേരം കണ്ടതെല്ലാം ഹീറോയിന്റെ വെറും തോന്നലാണ് കേട്ടോ. അവിടെ ഇങ്ങനെ പുകയോ അങ്ങനെ ഒന്നുമില്ല. എന്തായാലും ഇത് അവളുടെ തോന്നലില്ല. അപ്പൊ തൊട്ട് സൈഡിൽ തന്നെ സെക്യൂരിറ്റി റൂം ഉണ്ട്. അതായത് അവിടെ ഈ CCTV ഉണ്ട്. ഈ സ്കൂളിനെ ഫുള്ള് നിരീക്ഷിക്കാൻ പറ്റും. അവിടെ ചെന്ന് നോക്കുകയാണ് കേട്ടോ. എന്നാൽ അവിടുത്തെ കമ്പ്യൂട്ടറൊക്കെ ഓഫാണ്. അവിടുത്തെ ഫോണിൽ ചെന്ന് വിളിക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വർക്കാവുന്നില്ല. അപ്പം ഹീറോയിൻ അവിടെ നിന്ന് പോയ ഉടനെ തന്നെ ആ കമ്പ്യൂട്ടറെല്ലാം ഓൺ ആവുകയാണ് കേട്ടോ. CCTV എല്ലാം വർക്ക് ആവുകയാണ്. എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. ആ ബിൽഡിങ്ങിലുള്ള എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. മെയിൻ CCTV അല്ലേ. അപ്പം അവിടെ നിൽക്കുന്ന കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞൊക്കെ തിരിച്ചു വരാണ് ഹീറോയിന്റെ റൂമിൽ. അപ്പോൾ അവിടെ കൂട്ടുകാരി പെൺകുട്ടി ഇരുന്നിട്ട് കോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെന്ന് നോക്കുവാണെങ്കിൽ ആ കോഡ് അങ്ങോട്ട് വർക്ക് ആവുന്നില്ല. എന്താ പ്രശ്നം എന്ന് അറിയത്തില്ല. നമുക്കാർക്കും അറിയില്ല എന്താന്ന്. ഇതേ നേരം തന്നെ ഹീറോയിന്റെ ഒക്കെ കയ്യിൽ ഒരു ഫോണുണ്ട്, 2 ഫോണുണ്ട്. അത് ആരുടെ ഫോണാണെന്ന് മനസ്സിലായോ? ആ മരിച്ച 2 പയ്യന്മാരുടെ ഫോണാണ് അവരുടെ കയ്യിലുള്ളത്. എന്തായാലും ആ ഫോൺ ഓൺ ആക്കാൻ നോക്കുകയാണ്. പക്ഷെ അത് ഓൺ ആവുന്നില്ല. അപ്പോഴാണ് ഹീറോയിനൊക്കെ ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് മരിച്ച ആൾക്കാരുടെ ഫോൺ വർക്ക് ആവൂല, ബാക്കി ജീവനുള്ള ആൾക്കാരുടെ ഫോൺ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അതെന്താ സംഭവം എന്നൊന്നും ചോദിക്കില്ല. ഇനിയുള്ള എപ്പിസോഡിൽ അത് റിവീൽ ആവും കേട്ടോ. ഇതിനുശേഷം പ്രസിഡന്റിനെയും ഗ്രൂപ്പിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ആ മൗണ്ടന്റെ, അതായത് ആ മലയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അവർ നടന്ന് വന്നിട്ട് അവിടെ ആ ലൈൻ അങ്ങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റൂല. അങ്ങനെ പോവുകയാണെങ്കിൽ അവർ മരിച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. ഇതേ നേരം ഫോട്ടോഗ്രാഫർ പയ്യൻ ഓപ്പോസിറ്റ് 2 ആൾക്കാരെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ക്യാമറയിൽ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പം ഇത് കണ്ട ബാക്കിയുള്ള ആൾക്കാരും വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ശരിയാണ്, അവിടെ 2 ആൾക്കാർ നിപ്പുണ്ട്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ അവിടെ കിടന്ന് വിളിച്ച് പറയാണ്, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഉണ്ടല്ലോ, അവർ ക്യാമറ എടുത്ത് നോക്കുന്ന സമയത്താണ് ആ 2 ആൾക്കാർ അനങ്ങിയിട്ടുമില്ല. തൊട്ട് സൈഡിലുള്ള ഒരു ഇതുണ്ട് കേട്ടോ, ഈ പക്ഷി ഉണ്ടല്ലോ, സീകൾ എന്നാ പറയുന്നത്. ആ പക്ഷിയാണെങ്കിൽ അനങ്ങുന്നില്ല, ഇങ്ങനെ ആകാശത്ത് നിൽക്കുകയാണ്. അതായത് അതെന്താ ഫോട്ടോ മറ്റോ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ് മറ്റോ ആയിരിക്കണം. അവരെന്താ അനങ്ങാത്ത, ഇല്ലെങ്കിൽ അവര് വല്ല ബബിളിലും കുടുങ്ങി കിടക്കുന്നതായിരിക്കാം. നമുക്ക് ഇനിയുള്ള എപ്പിസോഡിൽ എല്ലാം അറിയാം കേട്ടോ. ഇതേ നേരം തന്നെ വൈസ് പ്രസിഡന്റും വേറൊരു പയ്യനും ആണെങ്കിൽ ഈ ലൈൻ തീർന്നാലും വേറൊരു സൈഡിലോട്ട് ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പം അവിടെ ഇങ്ങനെ ലൈൻ മാഞ്ഞു കിടക്കുകയാണ്. അത് ഇവർക്ക് മനസ്സിലായില്ല അവരത് മാഞ്ഞു കിടക്കുകയാണെന്ന്. അങ്ങനെ ഈ പയ്യൻ ചെന്നാണെങ്കിൽ ഈ വൈസ് പ്രസിഡന്റിന്റെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുകയാണ്. ഇവനാണെങ്കിൽ വീഴാൻ പോവാണ്. വൈസ് പ്രസിഡന്റ് പെട്ടെന്ന് കൈ വിടുകയാണ്. ഇതേ നേരം തന്നെ അവൻ പെട്ടെന്ന് പുറത്ത് ചെന്ന് വീഴാണ്. അതായത് ലൈനിന്റെ പുറത്ത് നിന്ന് വീഴാണ്. പെട്ടെന്ന് തന്നെ അവന്റെ സ്വഭാവത്തിലെല്ലാം വ്യത്യാസം വരാണ്. അവന്റെ മൈൻഡ് അവന്റെ കൺട്രോളിൽ നിന്ന് പോവുകയാണ്. ഇതേ നേരം തന്നെ അവിടെ നിന്ന് എല്ലാവരുടെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതായത് ഇന്ന പ്ലെയർ റൂൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ തന്നെ പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ട എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ റൂള് തെറ്റിച്ച പയ്യനുണ്ടല്ലോ, അവന്റെ സ്വന്തം കണ്ണ് കൈവച്ച് ചൂഴ്ന്നെടുക്കുകയാണ് സ്വന്തമായിട്ട്. അതൊക്കെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അത്രയും ബ്രൂട്ടലായിട്ടുള്ള സീനാണ്. അത് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഉരുണ്ടുരുണ്ട് വീണിട്ട് താഴെ ഒരു കമ്പുണ്ടായിരുന്നു, ഒരു മൊനയുള്ള കമ്പ്. അതിനകത്ത് ചെന്ന് വീഴാണ്. അത് വയറിൽ കുത്തി കയറുകയാണ് കേട്ടോ. അവിടെ വെച്ച് തന്നെ അവൻ മരിക്കുകയാണ്. അപ്പം നമ്മുടെ സൂം ഔട്ട് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. അത്രയും വലിയ മലയിൽ ഇവർ ഒറ്റയ്ക്കാണ് കേട്ടോ, വേറെ ആരും ഇല്ല. ഒരു ഐലൻഡ് എന്നൊക്കെ പറയാം അതിന്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും, ഇനി എത്ര കുട്ടികൾ ബാക്കി കാണും, എത്ര കുട്ടികൾ ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടും, സാർ അവിടെ പോയി, സാറിനെ ഇതുവരെ കണ്ടില്ല കേട്ടോ. എന്തായാലും അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.